ഹായ്, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എനിക്ക് സ്വാഗതം. അപ്പോൾ 7th ഡേ ചാലഞ്ച് പതിവ് പോലെ 2-2.5 കിലോമീറ്റർ ഓടി വന്നു. പുഷപ്സ് പിന്നെ ബാക്കി എക്സസൈസസൊക്കെ ചെയ്തു. പിന്നെ 7th ഡേ ചാലഞ്ചാണ്, 7 ദിവസമായി. ഇത് ആക്ച്വലി ഇന്നലെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യണത്. ഇന്നലെ രാവിലെയാണ് 6th ഡേ ചാലഞ്ച് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ തന്നെ ഇത് പോസ്റ്റ് ചെയ്യണമായിരുന്നു, കാര്യം മിനിങ്ങാന്നാണ് 6th ഡേ ചെയ്തത് ആക്ച്വലി. പക്ഷെ ഇന്നലെ അത് പോസ്റ്റ് ചെയ്തു. ഇന്ന് 7th ഡേ ഇന്ന് പോസ്റ്റ് ചെയ്യുക. ഇന്നലത്തെയാണ് ആക്ച്വലി ഇത്, ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് മാക്സിമം 8th ഡേ ചാലഞ്ച് ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും വൈകുന്നേരം. കാര്യം ജോലിപരമായിട്ടുള്ള തിരക്കുകൾ കാരണം ചിലപ്പോൾ വിട്ടുപോകുന്നതാണ്. പിന്നെ ഇന്നലെ വെയ്റ്റ് ട്രെയിനിങ്ങിൽ ട്രൈസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പുഷപ്പ് എടുക്കുന്ന കൂടെ ഞാൻ ഗ്രൗണ്ട് ട്രെയിനിങ്ങിൽ ട്രൈസ് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലം കണ്ടോ, ഇവിടെ കൂടെയാണ് ഞാൻ ഓടി വരുന്നത് കേട്ടോ. എനിക്കത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ കാണാം ഒരു സ്ഥലം, ഞാൻ അവിടെ പോയിട്ടായിരിക്കും അടുത്ത് എടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കുറേ ഓടും, പിന്നെ ഒരു 10 സെക്കൻഡ് നിൽക്കും, വീഡിയോ എടുക്കും. കുറേ ഓടും, 10 സെക്കൻഡ് എടുക്കും, വീഡിയോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഓടുമ്പോഴത്തേക്ക്. എൻ്റെ ഫോൺ അത്ര സ്റ്റെബിലിറ്റി ഇല്ല, ക്ലാരിറ്റി കുറവാണ്. പുതിയ ഫോൺ വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. നോക്കട്ടെ, കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ഞാൻ എങ്ങനെയെങ്കിലും കട്ട് ചെയ്തിടുന്നതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ഓടുന്ന സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗി കേട്ടോ. അതാണ് ഇവിടെ ഓടുന്നത്, ഭയങ്കര കാട് പോലെ. ഈ ഐലൻഡിൻ്റെ ഒരു എൻഡാണിത്, ഈ ബീച്ചിൻ്റെ സൈഡായിട്ട് വരും. ഐലൻഡിൻ്റെ ഒരു ബീച്ച് സൈഡ്, അവിടെ ഫുള്ളിങ്ങനെ കാണും. ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന മുഴുവൻ കടലാണ്. ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ഓടുന്നത്, അതായത് ഏകദേശം അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് ഓടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ടാണ് പുഷപ്പും വർക്കൗട്ട്സും ചെയ്യുന്നത്, ട്രെയിനിങ് ചെയ്യുന്നത്. എന്നിട്ട് വർക്കൗട്ടും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചോടും. അപ്പോൾ ഏകദേശം 4 കിലോമീറ്ററോളം ഒരു ദിവസം കവർ ചെയ്യും. ഞാൻ ചെയ്യുന്ന എക്സസൈസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ട്രെയിനിങ് ഞാൻ പറഞ്ഞു, ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വെയ്റ്റ് ട്രെയിനിങ് ഞാൻ സാറ്റർഡേ ഷോൾഡറും ബൈസെപ്സും, പിന്നെ സൺഡേ ചെസ്റ്റും ട്രൈസും, മൺഡേ ബാക്ക് ലെഗ്സ്. ഓടി വന്ന് ഇതാണ് എൻഡ് പോയിൻറ്റ്. ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓടാൻ എപ്പോഴും. ഇതാണ് കറക്റ്റ് പോയിൻറ്റ്. ബീച്ച് കാണാം, ഇവിടെ നിന്നാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. വർക്കൗട്ട് മീൻസ് എൻ്റെ ഗ്രൗണ്ട് ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഓടി ഞാൻ വരുന്നത് എപ്പോഴും. ഇവിടം വരെ ഓടി വരുമ്പോഴാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇന്ന് കഴിഞ്ഞു, ഇന്നത്തെ എൻ്റെ ചാലഞ്ചിൻ്റെ ഇത് അവസാനമായെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇവിടം വരെ ഓടി വരുമ്പോഴാണ്. ഓടുമ്പോഴേ ഉള്ളൂ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴും എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷേ 4 കിലോമീറ്റർ ഓടി തീരുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. നിങ്ങളും അതേപോലെയൊക്കെ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ദിവസവും ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഓട്ടോമാറ്റിക്കലി ആവും. ഉറപ്പാണ്, വിശ്വസിക്കാം. ബോഡി ഒരുപാട് മാറ്റം വരും. നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ 8th ഡേ ചാലഞ്ചുമായിട്ട് ഇനിയും കാണാം. ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം. ഓക്കെ, ബൈ.